ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ വയസ്സിന് മേളിലോട്ടുള്ള കുട്ടികൾക്ക് അതുപോയിട്ടുള്ള ആൾക്കാർക്കും ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതുമായിട്ട് സമയക്കുറവ് കാരണമാണ് അവർ താല്പര്യപ്പെടാറില്ല. പക്ഷെ ഇവിടെ സംബന്ധിച്ച് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചത് തന്നെ വളരെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ്. എല്ലാവരിലേക്കും ഒരു ബാങ്ക് അക്കൗണ്ട്, അതായത് നമ്മുടെ കിട്ടുന്ന വരുമാനം നാളേക്ക് വേണ്ടി എന്ന ഒരു സംവിധാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഈ മേഖലയിലുള്ളവർക്ക് എങ്ങനെ ATM കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കണമെന്നാണ് നമസ്കാരം. ഗാലറി ഓഫ് നാച്ചർ കൂട്ടായ്മയുടെ ജന്മനാടിന് വേണ്ടി എന്ന ക്യാമ്പയിനിൻ്റെ രണ്ടാമത്തെ പ്രോഗ്രാമിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ 27 പരം വരുന്ന ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കർമ്മ പരിപാടികൾക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ കർമ്മ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ABP റേഞ്ച് ഓഫീസ് ഹാളിൽ ABP റേഞ്ച് ഡെപ്യൂട്ടി വാർഡൻ ശ്രീജു എസ് ഉദ്ഘാടനം ചെയ്യുന്ന SBI FI മാനേജർ സജു മാത്യു, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷിജു SV നായർ, എലിമല വാർഡ് മെമ്പർ രശ്മി അനിൽകുമാർ, ചാനൽ കൂട്ടായ്മ ജോയിന്റ് കൺവീനർ B ജയചന്ദ്രൻ എന്നിവർ പങ്കെടുക്കുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ J റെജി സ്വാഗതവും SBI കോട്ടൂർ ബ്രാഞ്ച് മാനേജർ രൂപേഷ് നന്ദിയും പറയുന്ന ഉദ്ഘാടന പരിപാടിയിൽ ചാനൽ കൂട്ടായ്മ അംഗവും എഴുത്തുകാരിയുമായ പ്രിയ ശ്യാം അധ്യക്ഷയായി എത്തുന്നു. വ്യക്തികളെ, ഗാലറി ഓഫ് നേച്ചർ കൂട്ടായ്മയിലെ അംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരും ആദിവാസി ഊരിലുള്ള ജനങ്ങളും നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് അന്നന്ന് കിട്ടുന്ന പൈസ അന്നോടൊന്ന് തന്നെ ചിലവാക്കി പിറ്റേ ദിവസത്തെ വരുമാനത്തിന് വേണ്ടിയിട്ട്, പിറ്റേ ദിവസത്തെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. വിദ്യാഭ്യാസ ചെലവിന് വേണ്ടിയിട്ടും അവർക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവരുടെ സമ്പാദ്യങ്ങൾ സൂക്ഷിക്കാനും അത് നല്ല രീതിയിൽ ചെലവാക്കാനും ഉതകുന്ന രീതിയിൽ അവർക്ക് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് SBIയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഗാലറി ഓഫ് നേച്ചറും ചേർന്നുകൊണ്ട് ഇങ്ങനൊരു സംരംഭത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്വാഗതം ആശംസിക്കുന്നതിനായി കോട്ടൂർ സെക്ഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ റെജിയെ ക്ഷണിക്കുന്നു. ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളത് അധ്യക്ഷ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം പറയുന്നത് ഈ അഗസ്ത്യമൺ ബയോളജി പാർക്കിൻ്റെ കോട്ടൂർ സെക്ഷനിൽപ്പെട്ട, അതായത് എൻ്റെ സെക്ഷനിൽപ്പെട്ട 6 സെറ്റിൽമെൻറ്റുകളുണ്ട്. 6 സെറ്റിൽമെൻറ്റിൻ്റെ 10 വയസ്സിന് മേളിലോട്ടുള്ള കുട്ടികൾക്ക് അതുപോയിട്ടുള്ള ആൾക്കാർക്കും ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നതിലേക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ വിളിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് SBI ഫോറസ്റ്റും അതുപോലെ ഗാലറി ഓഫ് നേച്ചർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിപ്പോൾ നമ്മൾ സംയുക്തമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കാര്യം. അപ്പോൾ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരാം. എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ പദവി വഹിച്ച ശ്രീമതി പ്രിയ അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം. അടുത്തതായിട്ട് നമ്മുടെ പ്രശ്നം നടത്തിയ ശ്രീ സുമേഷ് കോട്ടുറവർക്കാണ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം. ഡെപ്യൂട്ടി വാർഡനുമായ ശ്രീ ഷിജു സാറിനാണ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം. അടുത്തതായിട്ട് നമ്മുടെ SBIയുടെ തന്നെ മാനേജർ ശ്രീ സജു മാത്യു സാറാണ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം. റേഞ്ച് ഓഫീസർ ഷിജു സാറാണ്. അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് ഹാർദമായി. അതുപോലെ ശ്രീമതി ദേവി PS, രശ്മി അനിൽകുമാർ, P ജയചന്ദ്രൻ, ശ്രീ സുരേഷ് മിത്ര, ശ്രീ VS ജയകുമാർ, ശ്രീമതി സന്ധ്യ സുമേഷ്, ശ്രീ രൂപേഷ് എന്നിവർക്കും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വയസ്സിന് കഴിഞ്ഞാൽ എല്ലാവർക്കും ബാങ്ക് ഒരു അക്കൗണ്ട് എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്.
ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയാണ്. നമ്മൾ ഈ വനത്തിനുള്ളിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ പോലും ഫോറസ്റ്റിന്റെ പെർമിഷൻ. മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥരൊന്നും അകത്തോട്ടുള്ള ഇങ്ങനെയുള്ള ക്യാമ്പയിനിങ്ങിന് സമയക്കുറവ് കാരണമാണ് അവർ താല്പര്യപ്പെടാറില്ല. പക്ഷെ ഇവിടെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ഉദ്ദേശിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. കാരണം വനത്തിൽ താമസിക്കുന്ന വനവാസികളോടൊപ്പം സഹകരിക്കാനും ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾക്കും കഴിഞ്ഞ നമ്മൾ 1 മാസം മുമ്പ് ഒരു ക്യാമ്പയിൻ നടന്നു. എക്സൈസുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ നടന്നത് ഭയങ്കര വിജയമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹകരിക്കുന്നതിനോട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ആദ്യമേ വലിയൊരു നന്ദി അറിയിക്കുന്നു. ഇനിയും മുമ്പിലോട്ട് അവരോടൊപ്പം സഹകരിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. രണ്ടാമത് പ്രധാനമായിട്ട് നമുക്ക് സാർ SBIയുടെ മാനേജരാണ്. പുള്ളി സുഖമില്ലാതിട്ട് പോലും ഇന്നെത്തി ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. പിന്നെ നമ്മളിവിടെ ഒരു ജനസേവാ കേന്ദ്രം, ആ കേന്ദ്രമാണ് നമ്മൾ SBIയുടെ ഒരു ഹെൽപ്പിംഗ് സ്റ്റേഷൻ അല്ലേ എന്നുള്ള രീതിയിൽ മുമ്പിലോട്ട് പോകുന്നത്. അവർക്കും ഈ കാര്യം അതിന് ഒരുപക്ഷെ ബാങ്കിലോട്ട് കയറിയില്ലെങ്കിൽ പോലും വനവാസികളായിട്ടുള്ള ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു സേവന കേന്ദ്രം ജംഗ്ഷനിൽ തന്നെയുണ്ട്. 27 സെറ്റിൽമെന്റാണ് നമ്മൾ ഈ അഗസ്ത്യ വനത്തിനുള്ളിലുള്ളത്. അതിൽ ആദ്യത്തെ ഒരു 6 സെറ്റിൽമെന്റിലാണ് ഞങ്ങളിന്ന് പോയി അഗസ്ത്യ ബയോളജിക്കൽ പാർക്ക് റേഞ്ചിന് ഉള്ളിൽ വരുന്ന ആ സെറ്റിൽമെന്റിൽ പോയി സമ്പർക്കം നടത്തി അക്കൗണ്ട് നൽകുക എന്നാണെന്നത് ലക്ഷ്യം. ബാക്കി ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ വരും സമയങ്ങളിൽ നമുക്ക് പോകാം എന്ന് പ്രത്യാശിക്കുന്നു. ഇപ്പൊ നമ്മളെ ഈ കൂട്ടായ്മയിൽ തന്നെ വനത്തിനുള്ളിൽ നിന്നും സുനി കമലകം ഇപ്പോൾ മാങ്കുടാണ് താമസിക്കുന്നത്, നമ്മുടെ കൂട്ടായ്മയുടെ അംഗം കൂടിയാണ്. അവരെ ഉൾപ്പെടെ ഒരു 5ഓളം പേരെ കണക്ട് ചെയ്താണ് നമ്മൾ ഈ പരിപാടി മുന്നിലോട്ട് വയ്ക്കുന്നത്. 2 വാർഡ് മെമ്പർമാരുണ്ട്, രശ്മി അനിൽകുമാറും ശ്രീദേവി, രണ്ടുപേരെ അറിയിച്ചിരുന്നു. ശ്രീദേവി മെമ്പർക്ക് ഇന്ന് സഹകരിക്കാൻ സമയമില്ല, സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീദേവി മെമ്പർ പേര് വയ്ക്കാത്തത്. രശ്മി മെമ്പർ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശമുള്ള എല്ലാ വീടുകളിലും നമ്മുടെ മെമ്പർ കൂടിയായ നമ്മുടെ അംഗം കൂടിയായ സുനി അറിയിച്ചു കഴിഞ്ഞു, വീടുകളിൽ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ കൂടിയ സമയത്തായിരുന്നു നമ്മുടെ അന്ന് എക്സൈസിൽ വന്ന പ്രിവന്റീവ് ഓഫീസർക്ക് പ്രൊമോഷൻ കിട്ടി അന്നാണ് പറഞ്ഞത്. അതുപോലെ ഒരു സന്തോഷവാർത്ത എന്നുള്ളത് ജസ്റ്റിസ് ഡി ശ്രീദേവി സ്മാരക പുരസ്കാരം നമ്മുടെ കൂട്ടായ്മ അംഗവും എഴുത്തുകാരിയും അധ്യക്ഷയുടെ കഥാസമാഹാരത്തിനുള്ള അവാർഡ് പ്രിയാശാമിന് ലഭിച്ചിരിക്കുന്നു. ആ ഒരു സന്തോഷമുള്ള പങ്കുവെച്ചുകൊണ്ട് സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ഇന്നിപ്പോൾ വനത്തിനുള്ളിലോട്ട് നമ്മൾ ചെന്ന് ഓരോ വീടുകളോട് സന്ദർശിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ആവശ്യകത എന്ത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് അക്കൗണ്ട് ഇല്ലാത്തവരെ എടുപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒരു പിന്നെ യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു 0 ബാലൻസ് അക്കൗണ്ട് ഇവിടെ കൂടെ എടുപ്പിക്കുക എന്നാണ് ലക്ഷ്യം. ചിലപ്പോൾ എല്ലാവരും വീട്ടിൽ കാണാൻ സാധ്യത പോകുന്ന ഒരിക്കലും അയൽക്കൂട്ടം തൊഴിലുറപ്പ് പണിയുണ്ട്, എന്നാൽ അവിടെ ചെല്ലാന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ സുനി, അവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അന്നുള്ള ജോലിയുടെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളോട് സഹകരിക്കാൻ തയ്യാറാണ്, നമ്മൾ അവരോട് സഹകരിക്കുക. പിന്നെ നമ്മൾ എത്ര പേരുണ്ടോ അന്നത്തെ പോലെ എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ 1 ദിവസം 2 ദിവസം കൊണ്ട് തീരില്ല. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് 3-4 പേര് വെച്ച് 3-4 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുകൊണ്ട് ഒരിടത്ത് ചെന്ന് 4 വീടുകൾ ഒരുമിച്ച് കയറുക എന്നുള്ള എത്രയും പെട്ടെന്ന് കവർ ചെയ്ത് ഈ 6 സെറ്റിൽമെന്റ് നിന്ന് കവർ ചെയ്ത് തീർക്കണം. അതുകൊണ്ട് എല്ലാവരും വളരെ ഫാസ്റ്റായിട്ട് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള അഭ്യർത്ഥിച്ചു നിർത്തും. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷ ശ്രീമതി പ്രിയാശാം, ഈ പ്രസ്ഥാനത്തിന്റെ ആരക്കാരനായ ശ്രീ സുരേഷ് കോട്ടു, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബാങ്കിന്റെ പ്രതിനിധിയായ ശ്രീ സജു സാർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ, മറ്റ് സഹപ്രവർത്തകരെ, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് വ്യക്തികളെ. ഞാൻ ഇന്നലെയാണ് ഇവിടെ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിന്റെ വാർഡനായി ചുമതലയേറ്റത്. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം സർക്കാരിന്റെ എല്ലാവിധ സേവനങ്ങളും നേരിട്ട് ബെനിഫിഷ്യറിയിൽ എത്തുന്ന ഒരു സംവിധാനമാണുള്ളത്. അതായത് ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്ന ഇടനിലക്കാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പരമാവധി അവർക്ക് തന്നെ ഗുണം കിട്ടത്തക്ക രീതിയിൽ വരുന്നതാണ്. നമ്മുടെ നാട്ടുപുറത്തുള്ള മറ്റിതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ വളരെ ഈസിയാണ്. അവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും ഈ ഇടനിലക്കാരില്ലാതെയും ക്യാഷൊക്കെ കൈപ്പറ്റാനും അവർക്ക് നല്ലതാണ്. പക്ഷെ നമ്മുടെ ഇതുപോലെയുള്ള പിന്നോക്ക മേഖലകളിൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ മേഖലയിലേക്കാണ് ഈ പ്രവർത്തനത്തിലൂടെ ശ്രീ സുമേഷ് കോട്ടൂരും അതുപോലെ തന്നെ ഈ ബാങ്കിന്റെ പ്രതികളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ നല്ല ഒരു കാര്യമാണ് അത്. ഇത് ബാങ്കിന്റെ അക്കൗണ്ട് തുടങ്ങുക എന്നുള്ള ഒരു ചെറിയ കാര്യമല്ല ഇതിന്റെ പിന്നിലുള്ളത്. ഇത്തരത്തിൽ ആളുകളെ നമ്മൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങളും സേവനങ്ങളും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അതുപോലെ ബാങ്കിൽ നിന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ അവൈൽ ചെയ്യാനും ഉപജീവനമാർഗം കണ്ടെത്താനും ഒക്കെ ഉള്ള ഒരു വഴി തുറക്കുമ്പോൾ അതിലൂടെ ഇവരുടെ ഈ വന ആശ്രിതത്വം നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. മറ്റു കുറ്റകൃത്യങ്ങളിലേക്ക് പോവുക, വനത്തെ അമിതമായി ആശ്രയിക്കുക, അതെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ധാരാളം ബെനിഫിറ്റ് ഉണ്ട്. അത് മാത്രമല്ല ഈ 10 വയസ്സ് ഉള്ളവരെ ചേർക്കുക എന്നുള്ളൊരു പരിപാടിയാണിത്. അത്തരത്തിൽ ഉള്ള ഈ കുട്ടികളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരാണ്. ഈ പിന്നോക്ക മേഖലകളിൽ നിന്ന് ഈ ബോർഡിംഗ് സ്കൂളിലും മറ്റു പല സ്ഥലങ്ങളിലും സിറ്റിയിലൊക്കെ പഠിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അഭിമാനത്തോടെ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ഉടമയാണെന്നും അവർക്ക്
പണം ഉപയോഗിക്കാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. നമ്മളൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചത് തന്നെ വളരെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇതെന്തായാലും വളരെ നല്ല ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല ഈ ആദിവാസി ഊരുകളിലും മാത്രമല്ല നാട്ടുപുറങ്ങളിലെല്ലാം ക്യാമ്പയിനൊക്കെ മുമ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം നാട്ടുപുറത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് മറ്റു നഗരങ്ങളിലും ഒക്കെ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഈ നമ്മുടെ ഈ സാധാരണക്കാരുടെ ആളുകൾ പെട്ടെന്ന് ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ നമ്മളല്ലാതെ മറ്റേ ആരുമില്ല. നമ്മളല്ലെങ്കിൽ പിന്നെ ആരും എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ നല്ലൊരു സതുദ്ദേശത്തോടെ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇനിയും നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വനംവകുപ്പിന്റെ ഏറ്റവും കൂടുതൽ ഈ ആദിവാസി ജനവിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് വനംവകുപ്പാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് അവരിലേക്ക് കൂടുതൽ എത്തിച്ചേരാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിച്ച എല്ലാവർക്കും ഞാൻ വനംവകുപ്പിന്റെ പേരിലുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കൂടുതലായി സംസാരിക്കുന്നില്ല. നമുക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് പോയി ഇതൊക്കെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. 2006 ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ഉണ്ടായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതായത് എല്ലാവരിലേക്കും ഒരു ബാങ്ക് അക്കൗണ്ട് എത്തിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് മുതൽ ഈ BSBD ബേസിക് അക്കൗണ്ടുകൾ തുടങ്ങാനുള്ള നീക്കം ഉണ്ടായിരുന്നു. അത് ഏതാണ്ടൊരു സാച്ചുറേഷൻ ലെവലിൽ എത്തി. ഏതാണ്ട് എല്ലാവർക്കും നാട്ടിൻപുറങ്ങളിൽ എല്ലാവർക്കും എത്തി. പക്ഷേ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ അത് പെനിട്രേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ ഇങ്ങനെയുള്ള ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അധികം ലോൺ കൊടുക്കുന്നത്, മുദ്രാ ലോൺ. അപ്പോൾ ഇവർക്ക് തന്നെ നമ്മൾ 10 വയസ്സുള്ള ഒരാളെ ചേർക്കുകയാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല. പണ്ട് ബുക്കിൽ എഴുതി നമ്മൾ ആ ബുക്ക് മാറിയാൽ പോയി. ഇതങ്ങനെയല്ല. ഇപ്പോൾ കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ ഫയൽ എന്ന് പറഞ്ഞാൽ ആധാർ വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതാവസാനം വരെ ആ ഒരു നമ്പർ ഉണ്ടാവും. ഇന്ത്യയിൽ ഏത് ഭാഗത്ത് പോയാലും ഈ 10 വയസ്സിൽ തുടങ്ങിയ അക്കൗണ്ട് അത് തന്നെയായിരിക്കും അവർ ഉപയോഗിക്കുക. അപ്പോൾ അവർക്കൊരു ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ വേണമെന്നിരിക്കും. നേഴ്സിംഗ്, അവർക്കൊരു കുട്ടിക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അവർക്കത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിനാണ് നമ്മൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എത്താൻ വേണ്ടിയിട്ടാണ് ബാങ്ക് സമയം കഴിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരിക്കുന്നത്. കസ്റ്റമർ സർവീസ് പോയിന്റ് സന്ധ്യയാണ് അതിൻ്റെ ആള്. പുള്ളിക്കാരത്തിനെ കിടക്കുന്ന ഐഡന്റിറ്റി കാർഡ് ഇതിന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐഡന്റിറ്റി കാർഡാണ്. SBIയുടെ ഒരു ബ്രാഞ്ചായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. 32 സേവനങ്ങൾ ആ CSPയിൽ ചെയ്യാൻ പറ്റും. അതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് തുടക്കത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് മാറി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ബാങ്കായിട്ട് തന്നെ പ്രവർത്തിക്കാം. കുറേ കൂടെ ആക്സസ് ഇവിടെ ഉള്ളവർക്ക് ഇതുമായിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് ലോൺ സോഴ്സ് ചെയ്യാം. ലോൺ സോഴ്സ് ചെയ്ത് അത് അവരുടെ സിസ്റ്റത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് റെഫറൻസ് ആയി ബാങ്കിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഒരു ലോൺ അപ്പോൾ ഒരു മുദ്രാ ലോൺ ആയിരിക്കട്ടെ, അവിടെ എന്തെങ്കിലും ഒരു തടസ്സം പറഞ്ഞാൽ ഇവിടെ വന്ന് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് 10 ദിവസത്തിനകം ബാങ്ക് മറുപടി പറഞ്ഞ് തീരും. അപ്പോൾ ബാങ്കിന്റെ അവതാരത്തിൽ നോക്കി വയ്ക്കാതെ തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോയിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാം. അതാണ് ഈ കസ്റ്റമർ സർവീസ് പോയിന്റിന്റെ ഒരു മെയിൻ. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, 3 ഇൻഷുറൻസ് സ്കീമുണ്ട്. ഒരു തുച്ഛമായ 20 രൂപ, 473 രൂപ, പിന്നെ 42 രൂപ വെച്ചിട്ട് പെൻഷൻ. ഇങ്ങനെ ഇൻഷുറൻസ് ഗവൺമെന്റ് വളരെ സബ്സിഡിയോട് കൂടി കൊടുക്കുന്നതാണ്. അത് 20 രൂപ കോവിഡ് സമയത്ത് കണ്ടമാനം പൈസ കൊടുക്കേണ്ട വന്നപ്പോൾ ഇൻഷുറൻസ് കമ്പനി ആക്ച്വലി വന്നപ്പോൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് 20 രൂപയ്ക്ക്. എന്നാൽ 20 രൂപയ്ക്ക് 2 ലക്ഷം രൂപ 70 വയസ്സിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ആ സ്കീമുകളെല്ലാം ഇവർക്കൂടെ നിങ്ങൾ വഴിയൊന്നും ഉൾപ്പെടുത്തി കൊടുക്കുക. എല്ലാവരെയും ഇൻക്ലൂഡഡ് ആക്കുക. എവരിവൺ ഇൻക്ലൂഡഡ് എവരിവൺ സേവ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിർമ്മിക്കുന്നില്ല. നിങ്ങളെ ഈ സംഘടന എല്ലാ നല്ല കാര്യങ്ങൾ ലഹരിക്കെതിരെയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസിക്ക് വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ ഡിസിപ്ലിന് വേണ്ടിയിട്ടും ഈ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ഇനി അടുത്തൊരു ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പ്, അത് നമുക്ക് അക്കൗണ്ടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ലോൺ എടുക്കേണ്ടത്, അതുകൊണ്ട് ബാങ്കിൽ നമുക്ക് ഫിനാൻഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അതിനുള്ള FLC എന്ന് പറയുന്ന ആളുകളുണ്ട്, ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ, അവരെ കൊണ്ട് നമുക്ക് ക്ലാസ് എടുപ്പിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോകാം. ഇത് ഇത്ര ചെയ്ത് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സംഘടനയ്ക്ക് തുടരുന്നത്. ഈ വനമേഖലയിൽ നമ്മുടെ അക്കൗണ്ട് എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്നത്, ഈ അക്കൗണ്ട് തുടങ്ങുന്നതിന്റെ പ്രാധാന്യമെല്ലാം നമ്മുടെ ആമുഖ പ്രസംഗത്തിനും ഉദ്ഘാടകനും നമ്മുടെ സാറൊക്കെ വിശദമായി പറഞ്ഞു. അപ്പോൾ നമുക്ക് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മേഖലയിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ഇതെന്ന് നമ്മുടെ ഒരു പൊതു
സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവരും കാർഷികപരമായും മറ്റും റബ്ബർ ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാവർക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇത് നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ ഈ പൈസ തിരിച്ച് അവർ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഇതെല്ലാം അടിച്ചു തീർക്കുന്ന ഒരു ഇതാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ ഈ മേഖലയിൽ നിക്ഷേപശീലം വളർത്തുന്നതിന് അതുപോലെ തന്നെ ഒരു സാമ്പത്തിക ഭദ്രത, അതായത് നമ്മുടെ കിട്ടുന്ന വരുമാനം നാളേക്ക് വേണ്ടി കരുതിയിരിക്കുക, അങ്ങനെ ഒരു സാമ്പാദ്യശീലം ഉറപ്പാക്കുന്നതിനോട് ഈ ഉദ്യമം സഹായിക്കുമെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ ഗാലറി ഓഫ് നേച്ചറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മുടെ നിരന്തരമായ പല പല ക്യാമ്പയിൻ, അതായത് നമ്മുടെ ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിൻ, അതുപോലെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനം ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ മുൻനിര പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം ഈ ബാങ്കിങ് മേഖല ഉൾപ്പെടെയുള്ള നമ്മുടെ സംരംഭങ്ങൾ, നമ്മുടെ CSR ഫണ്ട് നമ്മുടെ പല മേഖലകളിലും പല ഇതിലും പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മേഖലകളിലും അതിന്റെ പ്രയോറിറ്റി കണ്ടെത്തി, അതിന്റെ സാധ്യത കണ്ടെത്തി അത്തരം നമ്മുടെ CSRന്റെ കൂടെ ഒരു ആനുകൂല്യം നമ്മുടെ മേഖലയിൽ കൂടെ ലഭ്യമാക്കണമെന്ന് ഞാൻ മാനേജറോട് അഭ്യർത്ഥന കൂടി നടത്തുന്നു. അപ്പൊ ഞാൻ കൂടുതൽ ലഭിക്കുന്നില്ല. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അനുഭവത്തിന്റെ എല്ലാ സഹകരണവും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ വാരിപ്പാറ, അരിയാളം, മുളമൂട് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പൈസ നമുക്ക് ബസ് സൗകര്യം എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മളെ പോലുള്ള പാവപ്പെട്ട ആദിവാസി അല്ലെങ്കിൽ ST മേഖലയിൽപ്പെട്ടവർക്ക് അവിടെ നിന്ന് പുറത്ത് ഇറങ്ങണമെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു തുക അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് ഏകദേശം ആമലുള്ളവർക്ക് 2000 രൂപ ബസ് അവരുടെ വണ്ടി ചാർജ് തന്നെ വേണം. കാരണം നമുക്കറിയാം അവർ ഏകദേശം ആശ്രയിച്ച് ജീവിക്കുന്ന കൃഷിയെ അല്ലെങ്കിൽ തൊഴിലുറപ്പ് എന്ന ഒരു സംവിധാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഈ വനമേഖലയിലുള്ളവർ. ഇപ്പോൾ തൊഴിലുറപ്പിനും കൃത്യമായിട്ട് അന്നന്ന് ശമ്പളങ്ങൾ കൊടുക്കുന്നതല്ല. അവർക്ക് കിട്ടുന്നത് ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ 3-4 മസ്ട്രോൾ പോകുമ്പോഴാണ് ഒരു മസ്ട്രോളിന്റെ പൈസ കിട്ടുന്നത്. അതുകൊണ്ടാണ് അവര് അവിടെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് സമ്പാദ്യശീലം വളർത്താൻ കഴിയാത്തത്. പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാരിൽ തന്നെ നമുക്കറിയാവുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് ഓഫീസ് വേണ്ടി നടത്തുന്ന സുകന്യ സമൃദ്ധി യോജനയൊക്കെ എടുക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടി എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ കൂടി അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരു സേവിങ് സംരംഭം തുടങ്ങാൻ അവർക്ക് സാധിക്കുമെങ്കിൽ വളരെയധികം നല്ല ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ കൂടി നമ്മുടെ ഉൾ സെറ്റിൽമെന്റിൽ കിടക്കുന്ന ആൾക്കാർക്ക് നിക്ഷേപശീലം അവർക്ക് കാരണം കിട്ടുന്ന തുച്ഛമായിട്ടുള്ള തുക കൊണ്ട് നിക്ഷേപ ശീലം വളർത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ കൂടി നിങ്ങളുടെ ഒരു ക്യാമ്പ് കാരണം അവർക്ക് അങ്ങനെ സാധിക്കുമെങ്കിൽ വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്യാമ്പിന് എല്ലാ രീതിയിലുള്ള ആശംസകൾ, അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ സുമേഷണ്ണ, അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ റേഞ്ച് ഓഫീസർ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നോക്കുന്നു. ഗാലറി ഓഫ് നേച്ചറിന്റെ കീഴിലെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരികയാണ്. ആദ്യമായി പരുത്തിപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഡ്രഗ്സിനെതിരെ ഒരു നല്ലൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ച് 500ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചു. അതിനുശേഷം കോഴിക്കോട് UIT കോളേജിൽ നമ്മൾ ഇതിനെതിരെ വിമുക്തി മിഷനുമായി ചേർന്നുകൊണ്ടൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. പിന്നെ നമ്മുടെ വനത്തിൽ തന്നെ ആദിവാസി മേഖലയിലെ എല്ലാവരെയും ബോധവൽക്കരിക്കാൻ വേണ്ടി ഫോറസ്റ്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ യൂട്യൂബിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അടുത്ത ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നേരത്തെ സാർ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരുകളുടെ ഈ ഇൻഷുറൻസ് ബാങ്കുമായി ചേർന്നുകൊണ്ടുള്ള വളരെ തുച്ഛമായ 20 രൂപ മുതലുള്ള പൈസ മുടക്കി ഇൻഷുറൻസ് എടുക്കുന്ന സംവിധാനം, അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളുകൾ വഴി വരുന്ന സ്റ്റൈഫൻഡുകൾ വരുന്നത്, മറ്റ് ആനുകൂല്യങ്ങൾ, നിരവധി ക്യാമ്പയിനാണ്. അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ് നമുക്ക് അടുത്തൊരു പ്രോഗ്രാം കൂടി സംഘടിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഇപ്പോഴും ആദിവാസി മേഖലയിലുള്ളവർക്ക് എങ്ങനെ ATM കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കണമെന്ന് അറിഞ്ഞിടാത്ത സംവിധാനമുണ്ട്. അവരെ ചൂഷണം ചെയ്യുന്ന രീതി കുറേയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇതെന്തൊക്കെയാണ്, എന്തെല്ലാം SBI മുഖാന്തരം നമുക്ക് നാട്ടിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്, ലോൺ കിട്ടുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, സാമ്പത്തികമില്ലാത്ത കുട്ടികൾക്ക് പഠിക്കുന്നതിന് സർക്കാർ കൊടുക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വിവിധ ക്യാമ്പയിനുകളാണ് സംഘടിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് പരുത്തിപ്പള്ളി ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. അവിടുത്തെ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് രോഗികൾക്ക് വേണ്ടി കുറച്ച് കിറ്റ് ഞങ്ങൾ സംഘടിപ്പിച്ച് നല്ലൊരു വിജയമായിരുന്നു. എല്ലാവരും കൂടി കൂട്ടായ്മ, ഇത് രാഷ്ട്രീയം മറ്റും ഒന്നുമില്ല, അങ്ങനെ സംഘടിപ്പിച്ചുണ്ടായി. അടുത്തതായിട്ട് നമ്മളിപ്പോൾ പാലിയേറ്റീവ് കെയറിലെ രോഗികൾക്ക് വേണ്ടി കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ 300
ബിസ്ക്കറ്റ് കിറ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതും ഈ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. നിരവധി പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ നല്ലതിന് വേണ്ടി രാഷ്ട്രീയ നിറവും കൊടിയുടെ നിറവും നോക്കാതെ ചെയ്യണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും ഒന്നുകൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആദ്യ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം കമലകം സെറ്റിൽമെൻറ്റിലെ മാധവി അമ്മയ്ക്ക് വേണ്ടി പൂരിപ്പിച്ചു. ചെറിയൊരു രീതിയിലാണെങ്കിലും ഈ ഒരു സംരംഭം ഒരുക്കാൻ സഹായിച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇതിനായിട്ട് പ്രവർത്തിച്ച ഗാലറി ഓഫ് നേച്ചർ യൂട്യൂബ് ചാനലിനും സൗകര്യമൊരുക്കി തന്ന ഹോസ്പിറ്റൽ മാനേജറായിരുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടന പരിപാടി കഴിഞ്ഞു. ഇനി വനത്തിനുള്ളിലേക്ക് പോവുകയാണ്. അരിയാവിള, മുളമൂട്, വാലിപ്പാറ, മാങ്കോട്, കൈതോട്, ചോനമ്പാറ എന്നീ 6 സെറ്റിൽമെൻറ്റുകളിൽ സന്ദർശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.